ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ, ഒരു പേരാണല്ലോ, അല്ലു അർജുൻ. നമുക്കറിയാം പുഷ്പ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ വലിയ വിജയം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സിനിമയുടെ പ്രീമിയർ ഷോയുമായി ബന്ധപ്പെട്ട തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിക്കുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ചികിത്സയിലായിരുന്ന യുവതിയുടെ മകനും മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അല്ലു അർജുൻ അറസ്റ്റിലാകുന്നു, ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അല്ലു അർജുനെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ കൊണ്ടുവരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അല്ലു അർജുൻ പറഞ്ഞിരുന്നു, ഒന്ന് ഈ അപകടം താൻ അറിഞ്ഞത് പിന്നീടാണ് എന്നറിയും അല്ലു അർജുൻ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് പറയുന്നത് അല്ലു അർജുനെ ആ സമയത്ത് തന്നെ ഈ അപകടത്തിൻ്റെ കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ അത് അറിഞ്ഞിട്ടും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടരുകയായിരുന്നു എന്നായിരുന്നു പറയുന്നത്. മറ്റൊന്ന്, അല്ലു പറഞ്ഞൊരു കാര്യം, താൻ റോഡ് ഷോ ആയിട്ടല്ല തിയേറ്ററിലേക്ക് വന്നത് എന്നതാണ്, ആളെ കൂട്ടാതെയാണ് തിയേറ്ററിലേക്ക് വന്നു എന്നതാണ്. പക്ഷേ പോലീസ് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് പറയുന്നത് അല്ലു അർജുൻ വലിയ തോതിൽ ആളുകളുടെ അകമ്പടിയോടെയാണ് തിയേറ്ററിലേക്ക് വന്നത്, അവിടെ അതാണ് തിരക്കിന് കാരണമായതും ഈ അപകടത്തിലേക്ക് നയിച്ചതുമെന്നും ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോലീസ് പറയുകയാണ്. ഇതാണിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത്. അഫ്സാന ന്യൂസ് ഡെസ്കിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, ഹൈദരാബാദ് പോലീസ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് വീണ്ടും പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. അഫ്സാന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്താണ്, അല്ലു അർജുനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകളൊക്കെയാണോ പോലീസ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ അല്ലു പറയുന്ന, അല്ലുവിൻ്റെ വാദങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണോ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്? തീർച്ചയായും മനു, അല്ലു അർജുൻ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിയുന്ന തെളിവുകൾ തന്നെയാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ അല്ലു അർജുൻ പറഞ്ഞിരുന്നത് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച വിവരം അല്ലു അർജുൻ അറിഞ്ഞിരുന്നില്ല എന്നാണ്. എന്നാൽ ഈ വിവരം പോലീസ് അറിയിച്ചിരുന്നു. അതായത് അല്ലു അർജുൻ്റെ മാനേജറെ ഈ വിവരം ആദ്യം അറിയിച്ചിരുന്നു. എന്നാൽ തിയേറ്റർ വിട്ടുപോകാൻ അല്ലു അർജുൻ കൂട്ടാക്കിയില്ല. ഇതോടെ DCP തന്നെ നേരിട്ടെത്തി അല്ലു അർജുനോട് കാര്യം അറിയിച്ചതോടെയാണ് അല്ലു അർജുൻ തിയേറ്റർ വിട്ടുപോകാൻ തയ്യാറായത്. മാത്രമല്ല, തിയേറ്റർ വിട്ടുപോകുമ്പോൾ കാണികളെ കാണരുത് എന്നും താരത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശവും അല്ലു അർജുൻ പാലിച്ചില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ പോയ തിയേറ്ററിലെ സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മനു. മാത്രമല്ല, റോഡ് ഷോ നടത്തിയില്ല എന്നൊരു വാദവും കൂടി അല്ലു അർജുൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാദവും പൊളിയുന്നതാണ് ഇപ്പോഴത്തെ CCTV ദൃശ്യങ്ങൾ. വലിയ ആളുകളുടെ അകമ്പടിയോടെയാണ് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വലിയ ആളുകളുടെ അകമ്പടിയോടെയാണ് അല്ലു അർജുൻ ഇറങ്ങിപ്പോകുന്നത് എന്നതും വ്യക്തമാണ്. ഈ വാദങ്ങളെല്ലാം പൊളിയുന്ന ഒരു തെളിവുകൾ തന്നെയാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവം മരണം അറിഞ്ഞിട്ടും ഇത് തിയേറ്റർ വിട്ടു പോകാൻ കൂട്ടാക്കിയില്ല, ഷോ കഴിയുന്ന വരെ താൻ തിയേറ്റർ വിട്ടു പോകില്ല എന്ന് തന്നെയാണ് അല്ലു അർജുൻ അറിയിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം അറിഞ്ഞിട്ടും ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അല്ലു അർജുൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു വലിയ തെളിവ് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇപ്പോൾ അല്ലു അർജുനെതിരെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം വ്യാപക അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ അല്ലു അർജുൻ്റെ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. യുവതിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘങ്ങളാണ് അല്ലു അർജുൻ്റെ വീടിന് നേരെ അക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലു അർജുന് യുവതിയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ അതുമാത്രമല്ല, അല്ലു അർജുൻ നഷ്ടപരിഹാരം നൽകാമെന്ന് നൽകി 25 ലക്ഷം രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ 8 പേരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് മനു. ശരി, ഏതായാലും അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഒന്ന്, ഈ പറയുന്നത് പോലെ അല്ലു അർജുൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവിടെ തുടരുകയായിരുന്നുവെങ്കിൽ അത് മോശമാണ്, അത് വളരെ തെറ്റാണ്. കാരണം നമുക്കറിയാം, ഒരു വലിയ സിനിമാ താരം സ്വാഭാവികമായും ആളുകളുടെ ഇടയിലേക്ക് അത്തരത്തിൽ വലിയ ഹൈപ്പുള്ളൊരു സിനിമ വരുമ്പോൾ ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് സ്വാഭാവികമാണ്. പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ട ബാധ്യത അവിടെ അവസാനം അതിലൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഒന്ന്, ഈ അല്ലു അർജുൻ മുന്നറിയിപ്പില്ലാതെയാണ് വന്നത് എന്ന് പറയുന്നു. പക്ഷേ വന്നതിന് ശേഷവും തിരക്ക് നിയന്ത്രിക്കാൻ മതിയായ സംവിധാനം ഒരുക്കാൻ അവിടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു മറുവാദവും നമ്മൾ ഇതിനിടയിൽ കേൾക്കുന്നുണ്ട്. ശരി, പോയി അഫ്സാന പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായാലും ഇത് എന്താണ് സംഭവിച്ചത്? അഫ്സാന കേട്ടില്ലേ? കേൾക്കുന്നുണ്ട് മനു. അത് നേരത്തെ, അതായത് തിയേറ്റർ ഉടമകൾ പോലീസിനോട് അനുമതി തേടിയിരുന്നു. എന്നാൽ നിയന്ത്രണം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അത് അനുമതി നിഷേധിച്ചു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് അല്ലു അർജുൻ എത്തിയത് എന്നൊരു ഇതും ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്.
മനു. ശരി നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും അല്ലു അർജുനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് അവിടെ ഹൈദരാബാദ് പോലീസ്. ഇത് ഈ വിഷയം അവിടെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അല്ലു അർജുനെ പിന്തുണച്ച് അവിടെ BJP ഒക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. മറുവശത്ത് അല്ലു അർജുനെതിരെ കോൺഗ്രസ് സർക്കാർ, അവിടെ രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്കിതിനകത്ത് രാഷ്ട്രീയ കളികൾക്കൊക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത്. കാരണം അവരുടെ ഇഷ്ടതാരത്തിൻ്റെ സിനിമ കാണാൻ വന്ന ഒരു അമ്മയും മകനും അവരിപ്പോൾ ആ സിനിമ കാണാൻ വന്ന് മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ താരങ്ങളുടെ വിസിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം അത് നടത്താൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ ആരാണെങ്കിലും, അല്ലു അർജുനല്ല, അതിനപ്പുറമുള്ള അർജുനാണെങ്കിലും ആരാണെങ്കിലും വൃത്തിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള തിയേറ്റർ വിസിറ്റുകൾക്കൊക്കെ വരാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും, തിക്കും തിരക്കുമൊക്കെ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി ഹൈദരാബാദ് പോലീസിൻ്റെ അടുത്ത നടപടി എന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വിവരങ്ങളാണ് അഫ്സാന നൽകിയത്.